നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശ്രീലങ്കയിൽ വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ ചാമക്കാല സ്വദേശി വെള്ളി മെഡൽ കരസ്ഥമാക്കി. കൈപ്പമംഗലം ഐരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമുടി മഹോത്സവം ഏപ്രിൽ 18 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. വിഷുവിനെ വരവേറ്റുകൊണ്ട് കാഞ്ഞിരംകുളവ് കിഴക്ക് പ്രദേശം ധ്രുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മേടമാസ കുളിർ കലാസന്ധ്യ സംഘടിപ്പിച്ചു. വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. വാർത്തകൾ വിശദമായി. ശ്രീലങ്കയിൽ വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ ചാമക്കാല സ്വദേശി വെള്ളി മെഡൽ കരസ്ഥമാക്കി. ചാമക്കാല പള്ളിപ്പറമ്പിൽ അബ്ദുൾ നജീബ് ഷജില ദമ്പതികളുടെ മകനായ റയാൻ മജീദാണ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റയാൻ. 2 ദിവസങ്ങളിലായി ശ്രീലങ്കയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 18 വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിലാണ് റയാൻ മജീദ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്ന് 3 പേരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ഒരുമനയൂർ സ്വദേശി നംഖാൻ റഷീദ് ഗോൾഡ് മെഡലും എടമുട്ടം സ്വദേശി മുഹമ്മദ് ഷിഫാൻ വെള്ളി മെഡലുകളും നേടിയിരുന്നു. ദേശീയ കോച്ച് RJ അൻവർമാരാറുടെ കീഴിൽ വെങ്കിടങ്ങ് STMA അക്കാദമിയിൽ നിന്നാണ് മൂവരും പരിശീലനം നേടിയത്. ചാമ്പ്യൻഷിപ്പിൽ നേട്ടം കൈവരിച്ച റയാൻ മജീദിന് ചാമക്കാല ജനകീയ കൂട്ടായ്മ ആദരവ് സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നിയിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ച് ചാമക്കാല 3 കുടിയ സെന്ററിൽ സ്വീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PK ഹംസ അധ്യക്ഷനായി. കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് മുഖ്യാതിഥിയായി. ജുജിറ്റ്സു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് RJ അൻവർ മർഗ്യാർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷ B മുഹമ്മദ്, പഞ്ചായത്ത് അംഗം ഉമറുൽ ഫാറൂഖ്, മഹൽ ഖത്തീബ് ഷുഹൈദ് ഹുദവി, സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, KS അനിൽകുമാർ, EK മുഹമ്മദ് ഹാജി, MCM താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ശ്രീലങ്കയിൽ പോയി ഒരു കായിക മത്സരത്തിൽ പങ്കെടുത്ത് അതിൽ വെള്ളി മെഡൽ നേടിയ നമ്മൾ റയ്യാന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഒന്നാമതായി നമ്മുടെ കുട്ടികൾ ഈ കായിക മത്സരങ്ങളിലും അതേപോലെ ഗ്രൗണ്ടിൽ നിന്നും കരക്ക് കയറി ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇവരൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മുടെ 15-16 വയസ്സുള്ള 20 വയസ്സുള്ള കുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഇത്രയും മയക്കുമരുന്നും മറ്റ് മദ്യവും പോലുള്ള സാധനങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കില്ല. മുമ്പ് കുട്ടികൾ ഗ്രൗണ്ടിൽ ഫുൾ ടൈം ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുകയായിരുന്നു. ഒരു 10 കൊല്ലം മുമ്പ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ എൻ്റെയൊക്കെ 16-17 വയസ്സിലൊക്കെ ഫുൾ ടൈം ക്രിക്കറ്റ് പോയിട്ട് ഗ്രൗണ്ടിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊന്നും ആ ഒരു ലഹരിയുടെ ഒരു വഴിക്ക് ഒരിക്കൽ പോലും ഇതേവരെ പോയിട്ടില്ല. ഇന്ന് കുട്ടികൾ ഗ്രൗണ്ടിലില്ല. ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ആർക്കും നേരമില്ല. ഫുൾ ടൈം മൊബൈൽ ഫോണിൽ. ഒന്ന് മൊബൈൽ അഡിക്ഷൻ, രണ്ടാമതായത് ഈ മയക്കുമരുന്നിൻ്റെ അഡിക്ഷൻ. ഇത് രണ്ടുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഭീഷണിയിൽ കണ്ടിരുന്നത്. കൈപ്പമംഗലം ഐരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമുടി മഹോത്സവം ഏപ്രിൽ 18 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. ഏപ്രിൽ 19 രാവിലെ 9-നും 9:50-നും മധ്യ കൊടിയേറ്റം, 10:30 കലവറ നിറയ്ക്കൽ, വൈകിട്ട് 7:15 ദേശത്തെ കലാപ്രതിഭകളുടെ വിവിധ കലാപരിപാടികൾ. ഏപ്രിൽ 20 രാവിലെ 10 നാഗങ്ങൾക്ക് കളമെഴുത്തും പാട്ടും, രാത്രി 7:30 ഉണർത്ത് ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻപാട്ട്, 21 രാവിലെ 9 ഗുളികൻ മുത്തപ്പന് വെള്ളാട്ട്, വൈകിട്ട് 5:30 ചോനിപ്പറമ്പിൽ നാഗക്കാവിൽ നിന്നും താലമ്പരവ്,
രാത്രി 7:15 ഗാനമേള. 22 വൈകിട്ട് 5:30 കൂരിക്കുഴി ദേശം ക്ഷേത്രത്തിൽ നിന്നും താലം വരവ്. രാത്രി 7 പള്ളിവേട്ട. ഉത്സവ ദിവസമായ 23 രാവിലെ 8:30 ശ്രീവേലി എഴുന്നള്ളിപ്പ്. വൈകിട്ട് 4 ഐരൂർ മഹാക്ഷേത്രത്തിൽ നിന്നും 3 ഗജവീരന്മാരോടും താളമേളങ്ങളോടും കൂടി ഉത്സവ ഘോഷയാത്ര. 5 പകൽപൂരം. തുടർന്ന് ദീപാരാധന. വർണ്ണമഴ. രാത്രി 8:30 സോപാന സംഗീതം. 24 രാവിലെ 6:30 ആറാട്ട് എഴുന്നള്ളിപ്പ്. 7 സമുദ്രത്തിൽ ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. ക്ഷേത്രം ശാന്തി PR ലിജേഷ്, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ KB ഉണ്ണികൃഷ്ണൻ, PS സജേഷ്, PK വേലായുധൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏപ്രിൽ 19 തുടങ്ങി ഏപ്രിൽ 24 വരെയാണ് നമ്മൾ ഉത്സവം നടക്കുന്നത്. ഏപ്രിൽ 19 രാവിലെ ഗണപതി ഹോമനത്തോടു കൂടി തുടങ്ങിയിട്ട് രാവിലെ 9-നും 9:50-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ് കൊടിയേറ്റ്. തുടർന്ന് ക്ഷേത്രാചാര ചടങ്ങുകളോടുകൂടി ഉത്സവം 23-ാം തീയതിയാണ് നമ്മളെ പ്രതിഷ്ഠാദന മഹോത്സവം വരുന്നത്. അന്ന് രാവിലെ മുതൽ ഗണപതി ഹോമം, കലശാഭിഷേകം, 3 ആനകളോടുകൂടിയ കാഴ്ച ശീവേലി, പ്രസാദൂട്ട് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. അതുപോലെ തന്നെ വൈകിട്ട് അയ്യൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് പകൽപൂരം ആരംഭിക്കുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടി പകൽപൂരം ആരംഭിച്ച് 5:30 ക്ഷേത്രസന്നിധിയിൽ വന്ന് 7 മണിക്ക് ദീപാരാധനയോടുകൂടി അന്നത്തെ ചടങ്ങുകൾ, ഉത്സവത്തിൻ്റെ ആഘോഷ ചടങ്ങുകൾ അവസാനിച്ച് പിന്നെ അത്താഴപൂജ, ശേഷം തായമ്പക. അതിനോടുകൂടി തന്നെ മാരുതിപുരം ദേവദാസ് എന്ന ഗുരുനാഥൻ്റെ നേതൃത്വത്തിൽ വിഷുവിനെ വരവേറ്റുകൊണ്ട് കാഞ്ഞിരംകുളവ് കിഴക്ക് പ്രദേശം ധ്രുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മേടമാസ കുളിർ കലാസന്ധ്യ സംഘടിപ്പിച്ചു. മേടപ്പുലരിയുടെ ഐശ്വര്യം വിളിച്ചോതുന്ന വിഷുക്കാലത്തെ വരവേറ്റുകൊണ്ട് കാഞ്ഞിരംകുളവ് കിഴക്ക് വിവേകാനന്ദ റോഡ് പരിസരത്ത് ശ്രീ കുരുംബ വീരനാട്യ സംഘത്തിന്റെയും ശ്രീ ഗ്രാമം വയനാടിന്റെയും നേതൃത്വത്തിൽ അവതരിപ്പിച്ച വീരനാട്യം കാണികളുടെ മനം കവർന്നു. പ്രസിഡന്റ് രാഹുൽ പനക്കൽ, വൈസ് പ്രസിഡന്റ് രാജു MV തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. എളവള്ളി സ്വദേശിയായ മുസ്ലിം വീട്ടിൽ MM അബൂബക്കറിന്റെ മകൻ 29 വയസ്സുള്ള മൊയിനുദ്ദീൻ ജിസ്തിയാണ് മരിച്ചത്. വാടാനപ്പള്ളി KTS പ്ലാന്റിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ 3:30-യോടെയാണ് അപകടം. വാടാനപ്പള്ളിയിൽ നിന്ന് ചാവക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എളവള്ളിയിൽ നിന്ന് അഞ്ചാങ്കല്ലിൽ വഴി വാടാനപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന യുവാവ് സഞ്ചരിച്ച ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികൻ ടോറസ് ലോറിയിലടിയിലേക്ക് വീഴുകയായിരുന്നു. യുവാവിനെ ഉടൻ തന്നെ നാട്ടുകാരും കണ്ടശങ്കടാവ് ഡീകോഡ് ആംബുലൻസും പ്രവർത്തകരും ചേർന്ന് ഏങ്ങണ്ടിയൂരിലെ MI മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൊയിനുദ്ദീൻ ജിസ്തിയുടെ മൃതദേഹം ഏങ്ങണ്ടിയൂരിലെ MI മിഷൻ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വടക്കാഞ്ചേരി അകമലയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. കാൽനട യാത്രക്കാരിയായ അകമല സ്വദേശി ചെമ്പത്ത് വിളപ്പിൽ കൃഷ്ണന്റെ ഭാര്യ 55 വയസ്സുള്ള ലീലയാണ് മരിച്ചത്. അപകടം നടന്നയുടൻ ലീലയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവല്ലമല സ്വദേശിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സമയത്തുകടയിൽ വെള്ളം കുടിക്കാനിറങ്ങിയ ഇരുചക്ര വാഹന യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച കാർ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന ലീലയെയും ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുചക്ര വാഹന യാത്രക്കാരായ തോന്നൂർക്കര സ്വദേശി ചേലേക്കാട്ട് വീട്ടിൽ ജയകൃഷ്ണൻ, അമ്മ ജലജ എന്നിവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ തൊഴിയൂരിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. വടക്കേക്കാട് എടക്കര റോഡിൽ ചന്ദനത്ത് ബഷീറിന്റെ മകൻ 24 വയസ്സുള്ള ദിൽഷാദാണ് മരിച്ചത്. ICA കോളേജിനു സമീപമായിരുന്നു അപകടം. റോഡിലേക്ക് തെറിച്ചു വീണ ദിൽഷാദിനെ ഉടൻ തന്നെ തൊഴിയൂർ ലൈഫ് കെയർ പ്രവർത്തകർ കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത പട്ടിക്കാട് മേൽപ്പാതയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പാലക്കാട് കല്ലേക്കാട് സ്വദേശി വടക്കേപ്പുര വീട്ടിൽ ജാമ്യ മകൻ 45 വയസ്സുള്ള സുരേഷ് കുമാറാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് കുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
പീച്ചി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. അകലാട് കാട്ടിലപ്പള്ളി മഹിളർക്ക് സമീപം താമസിക്കുന്ന 38 വയസ്സുള്ള ഷിഹാബാണ് മരിച്ചത്. പൊന്നാനി പോലീസ് സ്റ്റേഷന് സമീപം ബുധനാഴ്ച രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റ യുവാവിനെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം കാർ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. തൃശൂർ ഭാഗത്തു നിന്ന് പാലക്കാട് കണയം ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് തലകീഴായി മറിഞ്ഞത്. പരിക്കേറ്റവരെ ഊട്ടുപാറ ഗവൺമെന്റ് ആശുപത്രിയിലും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ് ദമ്പതികൾക്കും മക്കൾക്കും പരിക്കേറ്റു. അപകട മേഖലയായ കാഞ്ഞിരക്കോട് ടർഫ്യൂ പരിസരത്തായിരുന്നു അപകടം. വീഴ്ചയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റ മലപ്പുറം സ്വദേശികളായ കൊടാരപ്പറമ്പിൽ വീട്ടിൽ ഷൗക്കത്തലി, ഭാര്യ മുബീന, മക്കളായ ഫാത്തിമ ജന്ന, മുഖലിഫ് എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെമ്പുക്കാവ് KSEBക്ക് മുൻപിലുണ്ടായ വാഹനാപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന താർ വാഹനവും മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. തലകീഴായി മറിഞ്ഞ വാഹനം പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. തൃശൂർ ഈസ്റ്റ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കാട്ടക്കാമ്പൽ ചെറിയങ്കാട് CPM-ഉം BJP പ്രവർത്തകരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 പേർക്ക് പരിക്കേറ്റു. CPM പ്രവർത്തകനായ ചെറിയങ്കാട് സ്വദേശി അഭിജിത്ത്, BJP പ്രവർത്തകരായ കാശിനാഥ്, ബിന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി ചെറിയങ്കാട് സെന്ററിലായിരുന്നു സംഭവം. അമ്പലപ്പറമ്പിലെ വീരനാട്ടം കളി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇരുവിഭാഗം പ്രവർത്തകരും. തമ്മിൽ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിച്ചു. തലയ്ക്കു പരിക്കേറ്റ അഭിജിത്തിനെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലും BJP പ്രവർത്തകരായ കാശിനാഥിനെയും ബിന്ദുവിനെയും കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗവും കുന്നംകുളം പോലീസ് പരാതി നൽകി. മണലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ആട്ടിൻകുട്ടി ചത്തു. കാരമുക്ക് 4 സെന്റിന് സമീപം വന്നേരി പ്രദീപിന്റെ ആടിനെയാണ് തെരുവുനായ കടിച്ചു കൊന്നത്. കൂട്ടിലടച്ചിരുന്ന 3 ആടുകളിൽ ഒന്നിനെയാണ് കൂട്ടിൽ നിന്ന് കടിച്ച് വലിച്ചിഴച്ച് സമീപത്തെ പറമ്പിലേക്ക് കൊണ്ടുപോയി കൊന്നു തിന്നത്. വീട്ടുകാരും മറ്റും നോക്കി നിൽക്കെയാണ് നായക്കൂട്ടം ആടിനെ ആക്രമിച്ചത്. വിവരമറിഞ്ഞ് വാർഡംഗം ശശീന്ദ്രന്റെ നേതൃത്വത്തിലെത്തിയവർ ചേർന്ന് നായ്ക്കളെ തുരുത്തി. ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയായി മാറിയ തെരുവ് നായ്ക്കളെ പിടികൂടാൻ നടപടിയെടുക്കുമെന്ന് മണലൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ VV ശശീന്ദ്രൻ പറഞ്ഞു. എടത്തിരുത്തിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. മോഷണം മുതൽ വാങ്ങിയ ആക്രിക്കട ഉടമകളായ കഴിമ്പ്രം സ്വദേശി പുതുവീട്ടിൽ അനിൽ, പൊള്ളാച്ചി സ്വദേശി കാളിമുത്തു എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പൈപ്പ് സാമഗ്രികൾ മോഷ്ടിച്ച ചന്ദ്രാപിണ്ണി സ്വദേശികളായ ഈരാറ്റുവീട്ടിൽ ഗോകുൽ, ഭഗവതിപ്പറമ്പിൽ സന്ദീപ് എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൈപ്പമംഗലം SHO ബിജിത്ത്, SI ഫാദിൽ റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കുന്നംകുളത്ത് യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാട്ടുകുളം മുത്തമ്മന്റെ സാറിന് സമീപം ആർത്താറ്റ് വീട്ടിൽ വിശ്വപ്പന്റെ മകൻ 45 വയസ്സുള്ള വിദ്യാസാഗറാണ് മരിച്ചത്. മാനസികാസ്വാസ്ഥ്യമുള്ള വിദ്യാസാഗർ ജ്യേഷ്ഠൻ വിദ്യാധരനൊപ്പമാണ് താമസിച്ചിരുന്നത്. രോഗാവസ്ഥയെ തുടർന്ന് ഇരുവരും തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നില്ല. ചൊവ്വാഴ്ച വൈകിട്ട് മുറിയിൽ കയറി വാതിലടച്ച വിദ്യാസാഗർ പിന്നീട് പുറത്തിറങ്ങിയിരുന്നില്ല. വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് മുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് വിദ്യാസാഗറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുതിരാനിൽ ബൈക്ക് അപകടം. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം വേഷം കലാകാരൻ മരിച്ചു. ഗുരുവായൂർ പുത്തമ്പള്ളി വിശാരത്ത് 21 വയസ്സുള്ള ആദർശാണ് മരിച്ചത്. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം വേഷം കലാകാരനാണ് ആദർശ്. ഈ കഴിഞ്ഞ 14-ന് കുതിരാനിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. സുഹൃത്തിനൊപ്പം നെല്ലിയാമ്പതിയിൽ പോയി തിരിച്ചു വരികയാണ് അപകടം സംഭവിച്ചത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ആദർശിനെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയ നടത്തി. തുടർന്ന് അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലേക്ക് രാവിലെയാണ് മരണം സംഭവിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീലങ്കയിൽ വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ ചാമക്കാല സ്വദേശി വെള്ളി മെഡൽ കരസ്ഥമാക്കി.
കൈപ്പമംഗലം ഐരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമുടി മഹോത്സവം ഏപ്രിൽ 18 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. വിഷുവിനെ വരവേറ്റുകൊണ്ട് കാഞ്ഞിരംകുളവ് കിഴക്ക് പ്രദേശം ധ്രുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മേടമാസ കുളിർ കലാസന്ധ്യ സംഘടിപ്പിച്ചു. വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.